ഗോപാല, എടാ ഗോപാല. എന്തോ? ഞാൻ ശരിക്കും പേടിച്ചു. ഇത് എവിടെ ആയിരുന്നു? സ്വർഗരാജ്യം. ഏത് നരയത്തിലായാലും ഒന്ന് പറഞ്ഞിട്ട് നോക്കൂടെ? എന്നിട്ട് വേണം നിനക്കൊരു കട്ടുറുമ്പായിട്ട് വരാൻ. എടാ ഗോപാല, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. ആരായിരുന്നു കക്ഷി? നമ്മുടെ രേവതി. സംഭവം തെളിച്ചു പറയും. തെളിച്ചു പറയാനൊന്നുമില്ല. സംഭവിക്കാനുണ്ടോ എല്ലാം സംഭവിച്ചു. എല്ലാം കാണാരെ. ഇല്ല, ചെവിയിൽ വെച്ചിട്ടില്ല. പറഞ്ഞോളൂ. കേൾക്കാൻ പാടില്ലാത്തതൊന്നും ആൾക്കാർ കേൾക്കണില്ല. നല്ല ക്ഷീണമുണ്ട്. ചൂടുവെള്ളം വേണം. വിസ്തരിച്ചൊന്ന് കുളിക്കണം. ഇന്നിനി ഒരു പരിപാടിയുമില്ല. നല്ല ഭക്ഷണവും കഴിച്ച് ഒരു ലാർജ് പഠിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാ. വേണ്ടല്ലോ. അപ്പോഴേ ഉറങ്ങണോ വേണ്ടെന്ന് പിന്നെ തീരുമാനിക്കാം. ഒരു കത്തുണ്ട്, അമ്മയുടെ ആണെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട കുട്ടന്, നിന്നെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു. സ്നേഹപൂർവ്വം അമ്മ. അറസ്റ്റ് വാറന്റാണോ? ജാമ്യമില്ല വാറന്റാണ്. നെറ്റിയെടുത്ത് നോക്കി. നാട്ടിലേക്ക് ഉടനെ പോകണം. ആരാ? ആരാ? എന്നെ മനസ്സിലായില്ലേ? നല്ല പിടി കിട്ടിയില്ല. ഞാനിവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. രാഗിണി. അപ്പോഴൊക്കെ നാണുന്നവർ എനിക്ക് ചോറ് വിളമ്പി തന്നിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി. ഇവിടെ വരുമ്പോഴൊക്കെ മുല്ലപ്പൂ ചൂടാറുണ്ടല്ലേ? അയ്യോ, കണ്ടപ്പോ മനസ്സിലാവാത്തതിൽ വിഷമം തോന്നണ്ട. ആവശ്യമില്ലാത്തതും നാട്ടുകാര് കാണാനും കേൾക്കാനും മെനക്കെടാറില്ല. ഇനിയിപ്പോ 2-3 ദിവസത്തേക്ക് സുഖ. എന്തും കാണാം, എന്തും കേൾക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാ. അപ്പോ ഈ പകൽ വെളിച്ചത്തിൽ ഇങ്ങോട്ട് പോകുന്നത് എന്താണാവോ? വിഷ്ണുവിനെ എനിക്കൊന്ന് അത്യാവശ്യമായി കാണണം. അയ്യോ, ഇന്നലെ വരായിരുന്നില്ലേ? മൂപ്പര് നാട്ടിലേക്ക് പോയി. അമ്മയുടെ കത്തുണ്ടായിരുന്നു. അമ്മ വലിയ പേടിയാ. എനിക്ക് ട്രാൻസ്ഫർ നാട്ടിലേക്ക്. മറ്റന്നാൾ അവിടെ ജോയിൻ ചെയ്യണം. അതിനുമുമ്പ് എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കണ്ടേ പറ്റൂ. ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി. വീട്ടിൽ പോകുമ്പോ എന്നോട് പറയാമെന്ന് പറഞ്ഞിരുന്നു. എന്റെ ഒരു ഫോട്ടോ വേണം, അമ്മയെ കാണിക്കണം, അനുവാദം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്റെ കുട്ടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ ഇതെന്റെ ചെവിന്ന് എടുപ്പിക്കണേ? ഗാന്ധാരിക്ക് വരം കിട്ടിയ പോലെയാ. 3-4 ദിവസത്തേക്ക് എന്തും കാണാം, എന്തും കേൾക്കാം. അത് നശിപ്പിക്കല്ലേ. സാറ് വന്നിട്ട് കാണുകയോ സംസാരിക്കുകയോ എന്ത് വേണേയാവാം. വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ? ഇപ്പൊ പൊക്കോളൂ. എന്റെ ഗുരുവായൂരപ്പാ, എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം. വിഷ്ണു ഉറങ്ങാണെന്ന് തോന്നുന്നു. വിളിക്കാം. ആര് വന്നു പറയണോ? എന്റെ പേര് രാഗിണി എന്നാണ്. പറഞ്ഞ വിഷ്ണു അറിയും. കയറിയിരിക്കെ. വിഷ്ണുവിന്റെ ചേച്ചിയാണല്ലേ? അല്ല, ഭാര്യയാണ്. അല്ല, ഭാര്യയാണ്. കുട്ടേട്ടാ, 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 നേരെ എത്രയെന്നറിയാമോ? കുട്ടേട്ടാ, എന്തൊരു ഉറക്കായത്! എങ്ങനെയുണ്ടോ എന്തൊരു കാണിക്കുന്നത്? നാണല്ലോ. ശൃംഗരിക്കാൻ കണ്ടൊരു പ്രായം. ദേ, കാണാനൊരാള് വന്നിട്ടുണ്ട്. പോയി പണി നോക്കാൻ പറ. 3-4 ദിവസം സ്വസ്ഥമായിട്ട് ഭാര്യയുടെ കൂടെ കഴിയാന്ന് വെച്ചപ്പോ ഇവിടെയും വരും ശല്യങ്ങൾ. എന്റെ സീത, നീ എന്തിനാ ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ പോയത്? ഒരു പെൺകുട്ടിയാ. ഏത് പെൺകുട്ടി? രാഗിണി എന്നാ പറഞ്ഞേ. രാഗിണിയോ? ഏത് രാഗിണി? ജോലി അല്ലെങ്കിൽ സംഭാവന ആയിരിക്കും. ഈ നശൂരങ്ങൾക്ക് ഓഫീസിൽ വന്നാ പോരെ? വീട്ടിൽ വന്ന് സ്വൈര്യം കെടുത്തണോ? നാശം.
എന്തെങ്കിലും അത്യാവശ്യം കാണും. ഒന്ന് പോയി നോക്കുന്നേ. ആ നീ ഇപ്പൊ ഒരു കാപ്പി എടുത്തുണ്ടോ? ഈശ്വര പരീക്ഷിക്കരുതേ. എടാ ഗോപാല, ആ സാധനം എങ്ങോട്ട് പോയി? സാധനോ? നീ കണ്ടില്ലേ? ആ പണ്ടാർ ഇവിടെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഏത് പണ്ടാരം? ഓ അത് ശരി, കണ്ണേ കരളേന്നൊക്കെ പറയുന്നതിന്റെ പര്യായാണോ പണ്ടാ? എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് തമാശ. വല്ല പ്രശ്നം ഉണ്ടാകണേ തടുത്തോണേ. നിനക്ക് ഞാൻ പുതിയൊരു ഷർട്ടും പാൻറ്റും വാങ്ങിച്ചുതരാം. വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ആ കുട്ടേട്ടാ, കുട്ടേട്ടാ ആ കുട്ടി പോയോ? ഏത് കുട്ടി? നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും സീതേ. ഇവിടെ വന്ന് നോക്കിയപ്പോ ഒരു കുട്ടിയുമില്ല, ചട്ടിയുമില്ല. ആ കുട്ടി ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ അകത്തേക്ക് വന്നത്. രാഗിണെന്ന് പറഞ്ഞ കുട്ടേട്ടനെ അറിയുന്നില്ല. ഞാനും അറിയാലോ. കൊള്ളാം. വെളുത്തിട്ട് കാണാൻ നല്ല തറവാടിത്തുള്ള കുട്ടിയാ. 10-22 വയസ്സേ ഉള്ളൂ. നീ അറിയോടാ? ഏയ് വല്ല കള്ളികളുമായിരിക്കും. ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടുത്തുള്ള കള്ളികൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മറ്റേ ആ തമിഴന്റെ വീട്ടില് ഇതേപോലെ തറവാടുത്തുള്ള ഒരു സ്ത്രീ പേരും നാളും ഒക്കെ പറഞ്ഞു വന്നതാ. കുറച്ച് കഴിഞ്ഞപ്പോ ടി വി ഇല്ല, ടേപ്പ് റെക്കോർഡറും ഇല്ല. കയ്യിൽ ഒതുങ്ങിയതൊക്കെ അടിച്ചോണ്ട് പോയി. ഇക്കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വസിക്കരുത് ചേച്ചി, അല്ലേ സാറേ? അതെ അതെ അതെ. നീ പോയി സാധനങ്ങൾ വല്ലതും പോയിട്ടുണ്ടോ നോക്ക്. ചെല്ല്. എന്റെ ഈശ്വര, ചതി പറ്റിയോ? നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? സത്യം മാത്രം പറഞ്ഞ് ശീലിച്ചിരുന്ന എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരുമല്ല, സാറ് തന്നെയാ. അപ്പൊ എന്റെ പാന്റിന്റെ ഷർട്ടിന്റെ കാര്യം മറക്കരുതേ. പോയി വണ്ടി കേടാ. ആ ടീച്ചറെ സൂക്ഷിച്ചോ, പെണ്ണിറഞ്ഞ മൂർഖം പാമ്പ. എപ്പോഴും ചേച്ചിക്ക് ഈ ഗോപാലൻ ഉണ്ടാവില്ല. അവലിത് 1ാം ക്ലാസ് ഒന്നും അല്ല, ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിലും പഠിപ്പിച്ചിട്ടുള്ളതാ. നീ പോയി വണ്ടി കേട്. ചെല്ല്. അപ്പുറത്ത് പോയിരിക്കുന്നേ. അമ്മ എന്താ എന്നെ ചീത്ത പറയാ? ഏതു നേരവും കൂടെ കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞു. കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ ഒന്നും അല്ല ഞാൻ നടക്കുന്നത്. എന്റെ ഭാര്യയുടെ പിന്നാലെ അല്ലേ. അത് തെറ്റാന്ന് ഏതമ്മ പറഞ്ഞാലും ഞാൻ സമ്മതിക്കാൻ പോണില്ല. പിന്നെ ആര് പറഞ്ഞാലാടാ നീ സമ്മതിക്കുക? ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കും. പക്ഷേ ഇതൊക്കെ ഒരുതരം അഭിനയ. നീ സിഗരറ്റ് വലി തുടങ്ങി അല്ലേടാ? ഞാനോ? എന്റെ സീത, നീയാണോ അമ്മയുടെ നീ നുണയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അവളൊന്നും എന്നോട് പറഞ്ഞില്ല. എന്നാൽ ആ കള്ളനായിരിക്കും ഗോപാലൻ. എന്റെ അമ്മ അവൻ പറയുന്നത് മുഴുവൻ നുണയാ. ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ സിഗരറ്റ് നിന്റെ ഉടുപ്പിന്റെ പാക്കറ്റിൽ എങ്ങനെ വന്നു? അതൊരു ശീലമൊന്നും അല്ലമ്മേ, ഒരു രസത്തിന് വല്ലപ്പോഴും. അവിടെ എന്ത് തണുപ്പാണെന്നറിയോ? അയ്യോ, ഒരു ന്യായവും പറയണ്ട. എടാ, നിന്റെ അച്ഛന് ഒരു പൊടിവലി, സിഗരറ്റ് വലി, കള്ളുകൂടി ഇങ്ങനെ ഒരു ദുസ്സഭം ഉണ്ടായിരുന്നില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? ഈശ്വരൻ ആയുസ് തന്നില്ല. അത് നിന്റെ ഭാഗ്യദോഷം. ആ അച്ഛന്റെ മോനാ സിഗരറ്റ് വലിക്കുന്നത്. ഇനി എന്തൊക്കെ ദുസ്വഭാവമാടാ നീ പഠിച്ചു വെച്ചിരിക്കുന്നേ? അമ്മേ, ഒരു ദുസ്വഭാവവും ഞാൻ പഠിച്ചിട്ടില്ല. അമ്മയ്ക്ക് സംശയമുണ്ട്, ആ ഗോപാലിനെ വിളിച്ചു ചോദിച്ചു നോക്ക്. ചോദിക്കണം. വെറുതെ അല്ല നിന്റെ ഡ്രൈവറായിട്ട് ഞാൻ അവനെ തന്നെ അയച്ചത്. നീ അവിടെ എന്ത് ചെയ്താലും ഞാൻ ഇവിടെ അറിയും. വിശ്വസ്തനാവൻ. എന്തോന്നാടാ എന്നെ കണ്ടോണ്ട് അവിടെ ഒന്ന് പരുങ്ങുന്നു? ഒന്നുമില്ല, കൊച്ചമ്മയ്ക്കൊരു ശല്യാവണ്ടെന്ന് കരുതി പോയതാ. ആ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ ഇങ്ങോട്ട് കയറിയിരിക്കെ. അയ്യോ, ഞാനിവിടെ നിന്നോളാം. കൊച്ചമ്മയുടെ മുന്നിൽ ഇരിക്കാനുള്ള കുരുത്തക്കേട് ഗോപാലിനില്ലേ? കുട്ടൻ എങ്ങനെയാടാ അവിടെ? എങ്ങനെയെന്ന് ചോദിച്ചാ? ആ, സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ടോ? വേണ്ടാത്ത കൂട്ടുകെട്ടുകളോ ദുസ്വഭാവം വല്ലതും ഉണ്ടോ? അയ്യോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോപാലിന് ആ നിമിഷം ഇവിടെ അറിയിക്കില്ലേ? ആ, ചിലര് പറയണത് കേൾക്കുമ്പോ സത്യം പറഞ്ഞാ എനിക്ക് രോമാഞ്ചം ഉണ്ടാകാറുണ്ട്. സാറിന് ഇത്രയും നല്ല സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കിട്ടിയത് സാറിന്റെ അമ്മയുടെ മിടുക്കൊണ്ടാന്ന ആളുകൾ പറയണത്. അവനെ ഞാൻ വരച്ച വരയിൽ നിർത്തി വളർത്തിയതാ. ഗോപാലിന് അറിയോ, 5 വയസ്സിൽ അവന്റെ അച്ഛൻ മരിച്ചതാ. അമ്മയും അച്ഛനുമായിട്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വരെ എന്റെ ഒരു വാക്ക് അവൻ മറികടന്നിട്ടില്ല. എന്നാലും നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവന്റെ അടുത്ത് വേണം. ആ, എപ്പോഴാ ദുർബുദ്ധി തോന്നുന്നു അറിഞ്ഞൂടാ. നീ എപ്പോഴും പിന്നിൽ വേണം. അയ്യോ, എല്ലാ കാര്യത്തിനും ഞാൻ പിന്നിലുണ്ട്. വീട്ടിൽ വരാൻ സമയമില്ലാണ്ട് എന്താണ് ആ കുട്ടൻ ഇത്ര വലിയ ജോലി അവിടെ? ഈ തേയില നുള്ളുന്നതും ചായപ്പൊടി ഉണ്ടാക്കുന്നതും ഒക്കെ അവൻ തന്നെയാ. അത് പിന്നെ നമ്മുടെ കണ്ണ് തെറ്റിയ ഒരു കാര്യവും ശരിയാവില്ല.
എപ്പോഴും കൂടെ നിൽക്കണം. അതാണ് എസ്റ്റേറ്റ് ബിസിനസ്. എന്റെ കൊച്ചമ്മ, സത്യം പറയാലോ, സാറ് ജോലി ചെയ്യുന്ന കണ്ടാ കഷ്ടം തോന്നും. പാവം, കാലത്ത് 6 മണിക്ക് ഓരോന്നുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് ക്ഷീണിച്ച് അവസനായിട്ടാ വരുന്നത്. അതുവരെ എസ്റ്റേറ്റും ഓഫീസും ജോലിക്കാരുമായിട്ടുള്ള മൽപ്പിടുത്തവും. ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ അവന്? ഇക്കണ്ട സ്വത്ത് മുഴുവൻ ഇവിടെ കിടക്കുമ്പോ അന്യനാട്ടിൽ ചെന്ന് ചായത്തോട്ടം വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ സീത പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ലല്ലോ. സമ്പാദിച്ചു കൂട്ടാൻ മക്കളില്ല, പിന്നെ ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയോ? സീതയ്ക്ക് വേണ്ടിയോ? അവളുടെ കാര്യമാണെങ്കിൽ അതിലേറെ കഷ്ടം. പൂജയും വഴിപാടും വ്രതമായിട്ട് അതെങ്ങനെ? ആര് ചെയ്ത പാവം എന്തോ. ഒരു തലമുറ ഇതോടെ അന്യം നിന്ന് പോവുമല്ലോ എന്റെ ഈശ്വര. ആരുടെ കാര്യം അമ്മായി പറയുന്നേ? നിന്റെ കാര്യം തന്നെ. എടാ, 10-42 വയസ്സായി. ഇനിയെങ്കിലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ നിനക്ക്? അയ്യോ, കൊച്ചമ്മ എത്ര വയസ്സായിരുന്നത്? 42. എന്റെ അമ്മോ. അമ്മ വെറുതെ പറഞ്ഞു എന്റെ വയസ്സനാക്കല്ലേ അമ്മേ. പിന്നെ നിനക്ക് എത്ര വയസ്സായി എന്നാ വിചാരം? 48 ജനുവരി ഉള്ളതാ നീ. 90 ജനുവരിയിൽ 42 വയസ്സായി. നരച്ച മുടിയും മീശയും കറുപ്പിച്ചെന്ന് വെച്ച് നീ കൊച്ചു കുട്ടിയാവൂ? എന്ത് കേട്ടിട്ടാണ് ചിരിക്കുന്നേ? കഴുതേ. ആ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നാണം കിടത്തുന്നേ? നമുക്ക് വേറെ ഒന്നും പറയാനില്ലേ? എടാ കുട്ട, എനിക്കോ വയസ്സായി. ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് മരിക്കണമെന്ന് ഒരു ആശ ഉണ്ടായിരുന്നു. ഇനി ആശിച്ചിട്ട് ഫലമില്ല. നീ ഇങ്ങനെ അന്യനാട്ടിൽ പോയി കിടക്കുന്നത് ശരിയല്ല. പോയില്ലെങ്കിൽ അവിടത്തെ കാര്യങ്ങൾ ആര് നോക്കും അമ്മേ? ആ നാശം വിറ്റു തൊലയ്ക്കണം. വിറ്റു തൊലയ്ക്കാനോ? ഇത്രയും കാലം ഞാൻ അവിടെ പോയി കിടന്ന് വേർപ്പൊഴി കഷ്ടപ്പെട്ട് വെറുതെ ആവൂലേ? വെറുതെ ആയിക്കോട്ടെ, സീതയ്ക്കും അത് തന്നെയാ ഇഷ്ടം. ഇനിയുള്ള കാലം നീ നാട്ടിൽ വന്ന് ജീവിക്കേ. എനിക്ക് വയ്യ. ദേ, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി കേട്ടോ. അമ്മയുടെ അഭിപ്രായം തന്നെയാണോ നിനക്കും? എസ്റ്റേറ്റ് വെക്കണോ? ഈ കഷ്ടപ്പാട് കാണുമ്പോ കഷ്ടപ്പാടൊന്നുമില്ല. 5-6 കൊല്ലം നമ്മളെ മക്കളെ പോലെ പോറ്റി വളർത്തിയിട്ട് ഇറ്റുകളയാനൊരു മടി. എനിക്ക് വിൽക്കണ്ട. അതല്ല, വേണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. നിന്റെ ഇഷ്ടമാണ് പ്രധാനം. കുട്ടേട്ടന്റെ ഇഷ്ടം നോക്കിയാ മതി. അപ്പോ കുറച്ചുനാളൂടെ കഴിയട്ടല്ലേ? മതി. എന്നാ നീ അത് അമ്മയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. നാളെ ഞാൻ പോയാലോ എന്ന് ആലോചിക്കുക. ഓഫീസിൽ തീരാത്ത പണിയുണ്ട്. ജോലി ഉണ്ടെങ്കിൽ പൊയ്ക്കോളൂ. നാളെ മുതൽ ടൗൺ ഹാളിൽ ഗീതായജ്ഞ ആരംഭിക്കുക. 2 ആഴ്ച നോയമ്പ് നോക്കണമെന്ന് കരുതിയതാ, അതും മുടങ്ങി. ആ, ഇനി എപ്പോഴാ വരുന്നേ? എന്താ? ഇപ്രാവശ്യം വരുമ്പോ ഒരിടത്ത് പോണോന്ന് അച്ഛൻ വന്നപ്പോ പറഞ്ഞിരുന്നു. എവിടെ? തൃശ്ശൂർ ഒരു നാട്ടുവൈദ്യനുണ്ടത്രേ. നമ്മൾ 2 ആളും കൂടെ ഒന്ന് ചെന്ന് കാണണമെന്ന് രാധ അച്ഛനെ എഴുതി അറിയിച്ചതാ. ഫലിക്കുന്ന മരുന്നാ. ഒക്കെ വെറുതെ ഓരോ കേട്ടുകഴിവിയാണെന്നേ. എന്തെല്ലാം മരുന്നുകൾ കഴിച്ചു. നമുക്ക് യോഗമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ ദേഷ്യപ്പെടോ? പറയ്. ഒരു കുഞ്ഞുണ്ടാവാത്തതിൽ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്. അമ്മ ഒരു കാര്യം എന്നോട് സൂചിപ്പിച്ചു. ആലോചിച്ച് നോക്കിയപ്പോ അതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. വളച്ചേട്ടത് കാര്യം പറയും. കുട്ടികൾ ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ ഒരു 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 ബന്ധം കൂടി ആവുന്നതിൽ എനിക്ക് വിരോധമില്ല. നിനക്ക് എങ്ങനെ മനസ്സൊന്ന് സീത ഇത് പറയാൻ? വേറൊരു സ്ത്രീയെ അങ്ങനെ നമുക്ക് കുട്ടികൾ ഉണ്ടാവണ്ട. നിനക്ക് ഞാനും എനിക്ക് നീ, അത് മതി. ഈ അടുത്ത് കാണുന്ന പോലെയല്ലേ? ഈ കാണുന്ന പോലെ തൊട്ടടുത്ത് കാണും. അതിനപ്പുറത്ത് എന്താ ഇവിടെ എങ്ങനെ നല്ല തണുപ്പുണ്ടോ? ചൂടാ. ഇയാൾ എല്ലായിടത്തും ഉണ്ടല്ലോ. സ്നേഹത്തോടെ ഒരു കാര്യം ചോദിക്കുമ്പോ അങ്കിൾ എന്തിനാ കിടന്ന് ചൂടാവുന്നേ? ഞാൻ കുറെ ദിവസമായിട്ട് നാട്ടിലായിരുന്നു, അതുകൊണ്ടല്ലേ ചോദിച്ചത് തണുപ്പാണോന്ന്. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്.
ഇതാരാ പുതിയ കക്ഷി? ഏതായാലും മോളല്ല. അമ്മായിയമ്മ ആരുടെ? തന്റെ അത് ശരി. ആളാരാണെന്ന് അറിഞ്ഞാ മതി. എന്റെ അമ്മായിമ്മ ഇത്രയും ചെറുപ്പമല്ല. പോട്ടെ, കാണാം. അയ്യടാ എന്താ അങ്ങോട്ട് കളിക്കുന്നത്? ഓ കയറ്, താരാ കയറ്, ഓ. അതെ, വല്ല ഒത്തു കിട്ടിയോ? വളരെ മോശം. വെള്ളം കൊണ്ട് കുടിക്കാനില്ലെന്ന് പറയാറില്ലേ? എവിടെ നോക്കിയാലും ചവറ് പോലെ ഉണ്ട്, പക്ഷെ നമുക്ക് പ്രയോജനമില്ല. എന്തോ തടഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. എന്ന് പറയാറായിട്ടില്ല. ഒരു മത്സ്യം എങ്ങനെ മുന്നിൽ കിടന്ന് പിടയ്ക്കണം. ഏതാ കക്ഷി? ഒരു സ്വർണ്ണ മത്സ്യം. വെറുതെ എവിടാന്ന് വെച്ചതാ. പക്ഷേ ഗതി കെട്ടാ പുലി പുല്ലിൻ തിന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒന്നാം പുറന്നിറക്കി നോക്കാം. പിന്നെ ഈ 31 വയസ്സിന്റെ കണക്ക് ഇച്ചിരി ഓവർ ആവുന്നുണ്ട് കേട്ടോ. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ അത് പറഞ്ഞ് കേൾക്കുന്നവർക്ക് അതൊരു നുണ പോലെ തോന്നും. പൂവല്ലേ? ആ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുത്ത് നാറ്റിക്കായിരുന്നാ മതി. ചെല്ലേ, പോയി കാറിലേക്ക്. ഞാനങ്ങ് വന്നേക്കാം. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് സർ. സാറിന്റെ ഇവിടെ? അതൊരു രസികൻ ചോദ്യമാണ്. പാട്ട് പാടുന്നവനോട് പാട് കാണാമെന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കും. സോറി സർ. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. മേരി എന്താ ഇവിടെ? ഞാനിവിടെ വെറുതെ ഓരോന്ന് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാനും അതെ, ഓരോന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ നടന്നു. ഏകാന്തമായ സ്ഥലങ്ങളിൽ നിന്ന് വെറുതെ സ്വപ്നം കാണുന്ന ഒരു സുഖമാണല്ലോ. വിരോധമില്ലെങ്കിൽ ഏകാന്തത അവസാനിപ്പിച്ച് കുറച്ചേരം നമുക്ക് ഒരുമിച്ച് നടക്കാം. വിരോധമൊന്നുമില്ല. മേരി എന്താണ് ആലോചിക്കുന്നത്? സാറെന്താണ് ആലോചിക്കുന്നത്? ഓർക്കാൻ സുഖമുള്ള ഒരുപാട് കാര്യങ്ങൾ. നിറഞ്ഞ പച്ചപ്പിലൂടെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ നടക്കുക. കായകനികൾ ഭക്ഷിച്ച് അരുവികളിലെ തെളിനീർ കുടിച്ച് വള്ളിക്കുടികളിൽ അന്തി ഉറങ്ങി കാടും മലകളും പുഴയും കുന്നുമൊക്കെ പിന്നിട്ട് അങ്ങനെ നടന്നു പോവുക. ഇടയ്ക്ക് വെറുതെ മോഹിച്ചുപോയി ആ പെൺകുട്ടി മേരിയായിരുന്നെങ്കിലെന്ന്. ഞാനും ആലോചിച്ചത് സാറിനെ കുറിച്ചാണ്. എന്നെ കുറിച്ചോ? അതെ, പിന്നെ എന്നെ കുറിച്ചും. നമ്മളെല്ലാം എന്തെല്ലാം പൊയ്മുഖങ്ങളാണ് അണിയുന്നത്. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ഒക്കെ നമ്മൾ നമ്മളെ വഞ്ചിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സാറിനെ പോലെ എനിക്കുണ്ട് സ്വപ്നങ്ങൾ. ഇഷ്ടപ്പെട്ട ഒരാളുടെ നെഞ്ചിനോട് ചേർന്ന് നടക്കുക, കാലം മുഴുവൻ അയാളോടൊത്ത് കഴിയുക. അത് നടക്കുമോ? നടക്കും. മേരി വിചാരിച്ചാ മതി. ഞാൻ മാത്രം വിചാരിച്ചാ പോരാ, എന്റെ ഫ്രെഡിയോട് വിചാരിക്കണം. ഫ്രെഡിയോ? അതാര്? ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ അങ്ങനെയാണല്ലേ? സാരമില്ല, ഞാൻ കണ്ടതെല്ലാം വെറും ദുസ്വപ്നങ്ങളാണ്. ഇല്ല, അതും സഫലമാവും. സീതാലക്ഷ്മി എന്നൊരു പാവം സ്ത്രീയില്ലേ, അവരെ ഞാൻ അനുവദിച്ചാ മതി. സാറിന് എന്താണ് ഒരു ഇഞ്ചി തിന്ന ഭാവം? സാറ് ഈയിടെ കുറെ ഇഞ്ചി തിന്ന് കൂട്ടുന്നുണ്ട്. മൂപ്പർക്ക് മിടുക്ക് പോരല്ലേ? എന്താ? അല്ലേ, സൗന്ദര്യമുണ്ട്, പണമുണ്ട്, വാഹനമുണ്ട്, മാന്യതയുണ്ട്. അന്യനാട്ടില് സുന്ദര ഒരു വീടുണ്ട്. ആ വീട്ടില് ആവശ്യമുള്ളത് മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു നാണുനായരുണ്ട്. പിന്നെ എന്തിനും മിടുക്കുള്ള ഒരു ഡ്രൈവർ ഉണ്ട്. എന്നിട്ടും ആ ടീച്ചറില്ലാതെ മറ്റൊരെണ്ണം ഇവിടെ കയറി വരുന്നില്ലല്ലോ ഗോപാലകൃഷ്ണൻ. കേറിയിട്ട് തനിക്ക് എന്താ ഗുണം? എനിക്കൊരു ഗുണം ഉണ്ടായിട്ടല്ല, എങ്കിലും നമുക്കൊരു സന്തോഷല്ലേ ഗോപാലകൃഷ്ണൻ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. ചിലർക്കൊന്ന് കാണുന്നതിൽ സന്തോഷം, ചിലർക്കൊന്ന് കേട്ടാ മതി, ചിലർക്കൊന്ന് തൊട്ടാ മതി. ഈ സ്പർശന സുഖം. സാറിന് ഈ കാര്യങ്ങളില് 100-ൽ 100 മാർക്കാ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ സാറിന് ഞങ്ങൾക്ക് കുറ്റക്കുറവുണ്ട്.
അല്ല ഈ വക സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം. ഇവിടെ എന്തായിരിക്കും സ്ഥിതി? കൃഷ്ണകൃഷ്ണ, ഗോപാലകൃഷ്ണ. അല്ല, ഗുരുവായൂരപ്പനെ വിളിച്ചതാ. അത് ശരി.